PR കൊണ്ട് മാത്രം ഒരാൾക്ക് വിന്നാവാൻ പറ്റും? PR-ഉം സഹായിച്ചാലും വിന്നർ ആകാമെന്ന് മനസ്സിലാക്കിയല്ലോ. പരിധി വരെ ഇത് പ്രാങ്ക് ആണോ എന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യമായിരുന്നു അനുഷേട്ടൻ അനുവിനെ പ്രപ്പോസ് ചെയ്ത്. അനുമോളെ സംബന്ധിച്ച് അവള് എന്താ പറയാ, ചിലപ്പം കുസൃതി പോലെ എടുത്ത് കാണും. പക്ഷെ ആളുടെ ഒരു ലൈഫ് പോയി നിൽക്കുകയാണ്. പുള്ളിയുടെ മനസ്സിൽ അങ്ങനെ അനുമോൾ ഇങ്ങനെ അടുത്ത് ഇങ്ങനെയൊക്കെ വെച്ചപ്പോഴത്തേന് പുള്ളിയുടെ മനസ്സ് ചിലപ്പം ചാഞ്ചാടിക്കാൻ മനുഷ്യനല്ലേ ചാഞ്ചാടി കാണും, ചിലപ്പോൾ ചാഞ്ചാടി കാണും. രേണുസുതി ബാറിൽ ഡാൻസ് കളിക്കാൻ പോകും. ഡാൻസറായ രേണുസുതി അവൾ ബാറിൽ എന്തോ കമന്റ് 6 മിനിറ്റ് തുണി വെച്ച് ഡാൻസ് കളിക്കുന്നൊക്കെ പിന്നെ അങ്ങ് കമന്റ് ആയി. അനീഷിന്റെ അനുവിന്റെ പ്രണയം അവിടെ നിൽക്കട്ടെ, രേണുസുതിക്ക് പ്രണയമുണ്ടോ? അത് നമ്മൾ സമയമാകട്ടെ വിഷയം. ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു ക്ലൂ ഒക്കെ ഇടുന്നുണ്ട്. ക്ലൂ ഒക്കെ ഇടാൻ നേരത്തെ ഇടുമായിരുന്നു. കൂടുതൽ അങ്ങനെ റിവീൽ ഒന്നും ചെയ്യുന്നില്ല. സമയമാകട്ടെ, നമുക്ക് നോക്കാലോ. സമയം എനിക്ക് വേണം, സാവകാശം വേണം, പഠിക്കണം. കാരണം പണി പാളിപ്പോയി കഴിഞ്ഞാൽ ഇനി എനിക്ക് തിരിച്ച് എൻ്റെ ലൈഫ് പിടിക്കാൻ പറ്റാത്ത രീതി കുഴിയിലേക്ക് ഞാൻ ചെന്ന് പതിക്കും. പിന്നെ ഞാൻ അടുത്ത പറയുന്ന കാര്യം എന്ന് വെച്ചാൽ സുധിച്ചേട്ടൻ പറയാതിരിക്കത്തില്ല, ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അതിപ്പം പറയാം ഷോയാണ്. എനിക്ക് അതൊന്നും യാതൊരു വിഷയമില്ല. എന്ത് കമൻറ്റ് വന്നില്ല, ഞാൻ എന്നോട് പ്രപ്പോസ് ചെയ്യുന്നവരോട് പറഞ്ഞ കാര്യങ്ങളാണ്. സുധിച്ചേട്ടൻ അതെപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ കാണും. എന്താണ് ടാറ്റു? എന്താ സുധിച്ചേട്ടൻ? എനിക്ക് പോലും വായിക്കാൻ പറ്റത്തില്ല. സുധിച്ചേട്ടൻ ആണോ? ഒരു സ്ഥലത്ത് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പണ്ട് എനിക്ക് പിള്ളേർക്ക് മിഠായി വാങ്ങിക്കൊടുക്കാൻ ഒരു 500 രൂപ പോലും ഇല്ലാതിരുന്നു. 500 രൂപയ്ക്ക് വേണ്ടി തെണ്ടിയിട്ടുണ്ട് ഉണ്ട്. എൻ്റെ എന്തായാലും 500 രൂപയ്ക്ക് തെണ്ടി അന്നത്തെ ഞാൻ നിന്നു. ഇന്ന് കോടികളൊന്നും ഇല്ല അക്കൗണ്ട്, എങ്കിൽ പോലും ലക്ഷങ്ങളുണ്ട് എന്ന് പറയാം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് ഇൻട്രഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. ആക്ച്വലി ആൾ നമുക്കിവിടെ കാണാൻ കിട്ടാറില്ല. ഇപ്പം ബിഗ് ബോസ് വിന്നറിനേക്കാളും തിരക്കിലാണ് പുള്ളിക്കാരി. രേണുസുതിയാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഹായ്. ഹായ് ഹായ് ഹായ്. എന്താണ് ഇവിടെ നാട്ടിലില്ലെന്നാണ് പൊതുവെ എല്ലാവരുടെയും പരാതി? നാട്ടിലില്ല, എന്താ ചെയ്യാനാ. ഇനോഗ്രേഷനൊക്കെ എനിക്ക് നാട്ടിൽ ഇനോഗ്രേഷനൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. പക്ഷെ ഞാൻ ഇന്റർനാഷണൽ ലെവലിൽ സെലിബ്രിറ്റി ആയതുകൊണ്ട് ദുബായ്, ബഹ്റൈൻ, അബുദാബി, ഖത്തർ ഇവിടെ എല്ലാവരും എന്നെ ഇനോഗ്രേഷന് വിളിക്കും അവസ്ഥാനി. അപ്പം പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, നോർമലി ഇപ്പം അനുമോളെക്കാൾ തിരക്കിലാണെന്നാണ് ബിഗ് ബോസ് വിന്നറിനേക്കാൾ തിരക്കിലാണ്. ഓക്കെ ആണോ? അതെ. എങ്ങനെയുണ്ട് ലൈഫ് ആഫ്റ്റർ? അടിപൊളി. അതുകൊണ്ടല്ലേ ലൈഫ് ആഫ്റ്റർ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ നിന്ന് ചാടി വന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് ആവാത്ത ഒരാളാണ് ഇപ്പോഴും. ഇതുവരെ ബിഗ് ബോസ് ഈ ജന്മത്തിൽ എവിക്റ്റ് ആവാത്ത, ഈ ജന്മത്തിൽ അടുത്ത ജന്മത്തിൽ ഞാൻ എവിക്റ്റ് ആകാത്ത ഒരാളാണ് ബിഗ് ബോസ് സീസൺ 7 രേണുസുതി. ഓക്കെ. എന്തായാലും സന്തോഷം. അതിനുശേഷം ഞാൻ കറക്റ്റ് ടൈമിനാന്ന് തോന്നുന്നു ഞാൻ വന്നെന്ന് തോന്നുന്നു, വോക്കൗട്ട് ചെയ്ത് വന്നത്. ഒരു വിളി പോലെയാണെന്ന് തോന്നി ഞാൻ ഇറങ്ങി വന്നത്. അപ്പം വന്ന ആ സമയം തന്നെ ഞാൻ വീട്ടിൽ ഇരിക്കേണ്ട വന്നില്ല. എൻ്റെ പഴയ ആൽബങ്ങളെ, ഷോർട്ട് ഫിലിമെ അങ്ങനെ തിരക്കിലായപ്പോഴാണ് പെട്ടെന്ന് ദുബായിൽ നിന്നൊരു കോള്. പാപ്പിലോണിൻ്റെ ഇത് പ്രമോഷന് വേണ്ടി, ഇനോഗ്രേഷൻ അല്ലടാ, പ്രമോഷന് വേണ്ടി വരിക. അവിടെ ചെന്ന് 15 ദിവസം തകർത്ത് അതിനുശേഷം വന്നു അടുത്ത കോള് വന്നു. ഗ്രാൻഡ് ഓപ്പണിങ് ബഹ്റൈനിലെ നമ്മുടെ ബാച്ചിലേഴ്സിൻ്റെ. അങ്ങനെ അവിടെ ചെന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും റീ എൻട്രി നടത്തി ബിഗ് ബോസിൽ. സെറ്റായി. അതെ, സെറ്റ്. പക്ഷെ നമ്മുടെ ഇപ്പം എന്ത് ചെയ്താലും നല്ലത് പറയുന്ന ആൾക്കാരുണ്ട്, മോശം പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളൊരു സ്ഥാപനം പ്രൊമോട്ട് ചെയ്യാൻ പോയി ആ ഒരു രീതിയിൽ കാണാണ്ട് കുറെ നെഗറ്റിവിറ്റീസ് അതിൻ്റെ ഇടയിൽ വന്നിട്ട് കുറെ അല്ലടോ, ഒരുപാട് വിമർശനങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ ഓർത്ത് ഞാൻ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രശ്നമില്ലെന്ന് ഓർത്ത് ചെന്നതിൻ്റെ പിറ്റേന്ന് തൊട്ട് പിന്നെ തുടങ്ങി ഇവിടെ വിവാദങ്ങളുടെ പൂരം. അതെ. അവിടെ ഇതിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആൾക്കാർ അത് റിയാക്ട് ചെയ്യായിരുന്നു. രേണുസുതി ബാറിൽ ഡാൻസ് കളിക്കാൻ പോകും. ഡാൻസറായ രേണുസുതി അവൾ ബാറിൽ എന്തോ കമന്റ് 6 മിനിറ്റ് തുണി വെച്ച് ഡാൻസ് കളിക്കുന്നൊക്കെ പിന്നെ അങ്ങ് കമന്റ് ആയി. ഞങ്ങൾ കണ്ടില്ലല്ലോ. നിങ്ങൾ എവിടെ കാണാൻ കണ്ടില്ല, കണ്ണടച്ച് കിടക്കുന്നോണ്ടായിരിക്കും കാണാത്തത്. അപ്പൊ അതൊക്കെ എങ്ങനെ ഇത്രയും കൂളായിട്ട് ഇതൊക്കെ ഹാൻഡിൽ? എനിക്ക് ആക്ച്വലി നിങ്ങളുടെ ആ ഒരു ടിപ്പ് വേണം. എനിക്കറിയാം മസ്താനി, എനിക്ക് മനസ്സിലായി. ആള് നല്ല സോഫ്റ്റ് ആണ് ഹാർട്ട്. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആള് ഡൗൺ ആവും അല്ലേ. ഞാനെന്നാ എൻ്റെ പൊന്നു മസ്താനി എന്നേ
പോകേണ്ടതാണ്, ഈ ലോകത്തിൽ നിന്ന് വിട പറയേണ്ടതല്ലേ. ഞാൻ യാതൊരുവിധ മൈൻഡും ചെയ്യില്ലടാ, അന്നും ഇന്നും ഒരുപോലെ. ഇനി എന്തൊക്കെ രേണുസുതിയെ പറ്റി അപവാദങ്ങൾ പറഞ്ഞാലും ഞാൻ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. അത് എൻ്റെ ഒരു കഴിവാണോ, ഇനി എൻ്റെ വിവരമില്ലായ്മയാണോ ബുദ്ധിയില്ലായ്മയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ നിൽക്കത്തുള്ളൂ, യാതൊരു പ്രശ്നവും ഇല്ല എനിക്ക്. അതിനൊരു എന്താ പറയുക, അതിനൊരു പ്രത്യേക കഴിവ് വേണമെന്നാണ് തോന്നുന്നത് എനിക്ക്. അത് വേണം, അത് മിക്ക പെണ്ണുങ്ങൾക്കും അത് വേണം. കാരണം അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതാണ് കൂടുതലും മാനസിക രോഗങ്ങൾക്കും അതുപോലെ സൂയിസൈഡിനും ഒക്കെ ഇടയാക്കുന്നത്. അങ്ങനെയൊന്നും ആവരുത്, എന്നെപ്പോലെ ആകുക, ഒന്നും മൈൻഡ് ചെയ്യാതിരിക്കുക, മുന്നോട്ട് പോവുക, അത്രേ ഉള്ളൂ. നമ്മളിപ്പം അനു ആണ് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിലെ വിന്നർ ഇപ്പോൾ അനുമോളാണ്. അപ്പോൾ അനുമോൾക്ക് എനിക്ക് തോന്നുന്നു സുധിച്ചേട്ടൻ്റെ കൂടെ സ്റ്റാർ മാജിക്കിലും അനുമോളുണ്ടായിരുന്നു, ബിഗ് ബോസിലെ രേണു ചേച്ചിൻ്റെ കൂടെ അനുമോളുണ്ടായിരുന്നു. അപ്പം ആ ഒരു ആദ്യ സമയത്ത് ഇങ്ങനെ എന്താണ് നിങ്ങൾ കാണുമ്പോൾ നോക്കുന്നില്ല, മിണ്ടുന്നില്ല, അങ്ങനത്തെ ഒരു കോൺട്രവേഴ്സിക്കൊക്കെ ശേഷം ഹൗസിലെത്തി അത്രയും കമ്പനിയായി. റീ എൻട്രിയിലും നല്ലൊരു ഞാൻ എല്ലാവരുമായിട്ടും ഒരുപോലെ കമ്പനി ആകത്തേ ഉള്ളൂ, അല്ലാതെ അനുമോളോട് മാത്രമായിട്ടോ അല്ലെങ്കിൽ മസ്താനിയോട് മാത്രമായിട്ടോ അങ്ങനൊന്നും ഇല്ല. ഞാൻ എല്ലാവരുമായിട്ട് ഒരുപോലെ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് ശാരികയായിട്ടായിരുന്നു. ശാരികയും രേണു ചേച്ചിന്റെ ഒരു ബോണ്ട്, ഭയങ്കര ബോണ്ട്. ഹോട്ട് സീറ്റ് ശാരിക ഹാർട്ട് സീറ്റ് ആയിപ്പോയി, ഹാർട്ട് സീറ്റിൽ ഇടം നേടി അല്ലേ. അത് ഭയങ്കര വായ്പ, അത് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഞാനിപ്പോൾ അനുമോളെ ആണെങ്കിലും മസ്താനി ആണെങ്കിലും എന്താ നൂറയാണെങ്കിലും അതിന് എനിക്ക് ആ ഒരുപോലെ ഒരു അനിയത്തിമാർ, അല്ലാതെ ഓവറായിട്ടൊന്നുമില്ല. അനുമോളെന്ന് പറഞ്ഞാൽ സുധിച്ചേട്ടൻ്റെ അനിയത്തിക്കുട്ടി, അതായത് അവർ ഒരുമിച്ച് സ്റ്റാർ മാജിക് തൊട്ടേ അറിയാമെന്ന്. ഞാനിപ്പോൾ ഷൂട്ടിന് സുധിച്ചേട്ടൻ്റെ കൂടെ പോകുമ്പോൾ അന്ന് ഞാൻ അറിയപ്പെടുന്ന ഒരാളെ അല്ല, സുധിച്ചേട്ടൻ്റെ വൈഫ്. അപ്പം ഞാൻ ഷൂട്ടിന് പോകുമ്പോൾ അനുമോൾ വന്ന് സംസാരിക്കും, അവരുടെ അമ്മയായിട്ട് സംസാരിക്കും. ഞാൻ അങ്ങനെയുള്ളൊരു ബന്ധമുള്ളൂ, അല്ലാതെ ഓവറായിട്ട് ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ വല്ലപ്പോഴും സുധിച്ചേട്ടൻ ഫോൺ വിളിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ജസ്റ്റ് തരും, അനുമോളാന്ന് പറയും, ഹായ് പറയും. അല്ലാതെ ഓവറായിട്ട് ഒരു ബന്ധവും ഫ്രണ്ട്ഷിപ്പോ ഒന്നും ഞങ്ങൾ തമ്മിലില്ലായിരുന്നു. പിന്നെ വല്ലപ്പോഴും പിന്നെ ഏട്ടൻ മരിച്ചു കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, സംസാരിച്ചു. അപ്പോഴും ഓവറായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇല്ല. സംസാരിക്കും, ഹായ് ചേച്ചി. അനുവിനൊക്കെ എൻ്റെ അടുത്ത് ബഹുമാനമാണ്, ഹായ് ചേച്ചി എന്നേ വിളിക്കത്തുള്ളായിരുന്നു അന്ന്. പിന്നെ എനിക്ക് വന്ന് ബിഗ് ബോസ് വെച്ച് എടി ബോഡി എന്നൊക്കെ അത് തമാശയായിരിക്കും, തമാശയ്ക്ക് വിളിച്ചിട്ടുണ്ട്. തമാശയ്ക്കാന്നാണ് ഞാൻ പറഞ്ഞത്, തമാശ ആയിരിക്കുന്നില്ല, തമാശയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. രേണു എന്ന് വിളിക്കുമായിരുന്നു. അപ്പം അനുമോളുമായിട്ട് അത്ര ഫ്രണ്ട്ഷിപ്പ് ഒന്നും അല്ലായിരുന്നു. പക്ഷെ കാണുമ്പോൾ സുധിച്ചേട്ടൻ അനിയത്തി കുട്ടി, അത്രേ ഉള്ളൂ. എങ്ങനെ നോക്കി കാണുന്നു അനുവിൻ്റെ ഒരു വിജയം? നമ്മൾ ഒരു ഇത്രയും 100 ദിവസം നിൽക്കുക, ഗിഫ്റ്റ് പോട്ടെ, സമ്മാനം മേടിക്കുക എന്ന് പറഞ്ഞാൽ അത് സന്തോഷമല്ലേ, സന്തോഷമായിട്ട് നോക്കി കാണുന്നു. ഹാപ്പിയാണ്. അതെ, ഹാപ്പിയാണ്. എന്തിനാ ഹാപ്പി അല്ലാതിരിക്കുന്നത്, എന്തിനാ? നമ്മൾ അതിനകത്ത് എന്ത് പറയാനാ, നമ്മൾ അവിടെ ചെന്ന് നമ്മൾ ഗെയിം കളിച്ചാൽ നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ ഇറങ്ങി വന്നൊരു കണ്ടസ്റ്റൻ്റാണ്. അപ്പം നമ്മൾ അതിനകത്ത് വിധിക്കാനോ ഒന്നും നമ്മൾ ആരുമല്ല. അവർ ഗെയിം കളിച്ചു, അവർക്ക് വിന്നറായി. ഈ ബിഗ് ബോസ് ഇപ്പൊ കഴിഞ്ഞു, അനു വിന്നറായി, അനു കപ്പ് കൊണ്ടുപോയി. നമ്മളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് പോകുമ്പോഴും ഷോ കഴിഞ്ഞിട്ട് ഷോ വിടാതിരിക്കുന്ന കുറച്ച് പേരില്ലേ? കാണും. ഞാൻ എന്നെ സംബന്ധിച്ച് മസ്താനി, നമ്മുടെ ഈ ഷോ കഴിഞ്ഞോണ്ട് ഞാൻ തപ്പുക, എൻ്റെ ആൽബത്തിന് എത്ര വ്യൂ ആയി, എൻ്റെ റീൽ ആരെങ്കിലും കണ്ട കമന്റ് എന്തുവാ, തിരിച്ച് 2 എണ്ണം പറയട്ടെ, ഇതൊക്കെയാണ് അതെ. അപ്പുറം ഇപ്പുറം എല്ലാവരും അയ്യോ ബിഗ് ബോസിന്റെ ഇത് കാണുമായിരുന്നു, എന്താ അവരെ പറ്റി എന്താണ്. ഞാനപ്പോൾ എൻ്റെ കാര്യങ്ങൾ, ഞാൻ ഈ ആൽബം കാര്യങ്ങൾ നോക്കാം, ഞാൻ അന്നേരം വിട്ടു. ഇത് അവിടെ നിന്ന് ഇറങ്ങിയോണ്ട് വിട്ടു, റീ എൻട്രി കയറി ഇറങ്ങിയോണ്ട് ഞാൻ ആ കാര്യം വിട്ടു. അല്ലാതെ അതും പിടിച്ചോണ്ടിരുന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. പേയ്മെന്റും കിട്ടി, നമ്മളത് വിട്ടു അല്ലേ. ഇനിയിപ്പം മുന്നോട്ട് ഇനി എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോൾ നമ്മളെ വിളിക്കുവാണെങ്കിൽ പോകും, സഹകരിക്കും, അത്രേ ഉള്ളൂ ഞാൻ എന്നെ. പിന്നെ അതും എനിക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. അപ്പോഴാണോ ഇതും ഇനിയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമില്ല. പിന്നെ സന്തോഷം, അത്രയും പേരൊക്കെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് 25 പേര് ഒരുമിച്ചായിരുന്നു. അപ്പം നല്ല കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി, കാണാൻ പറ്റി ഒരുപാട് പേരെ. അതുപോലെ ഒരുപാട് പേർക്ക് നമ്മളെ കാണാൻ പറ്റി. ബിഗ് ബോസ് സീസൺ 7 ഒരു കണ്ടസ്റ്റന്റ് എന്ന രീതിയിൽ രേണുസുതി അറിയപ്പെട്ടു. അതൊക്കെ വളരെ സന്തോഷം. ഒരു ദിവസം നിൽക്കാൻ മാത്രമല്ല, ലാലേട്ടൻ അകത്തേക്ക് കയറ്റി വിട്ട് ലാലേട്ടന്റെ കൈ പിടിച്ച് തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓരോരോ കണ്ടസ്റ്റന്റ് രേണുസുതിയാണ്. അതെ, അത് ഭയങ്കര സന്തോഷം. സത്യം പറഞ്ഞാൽ ലാലേട്ടൻ വന്ന് വിളിച്ചപ്പോ ലാലേട്ടൻ്റെ കൂടെ പോവാന്ന് പറഞ്ഞു പോയതല്ലേ? അത് കൊള്ളാം. സത്യം പറയട്ടെ, വിളിച്ചപ്പോഴത്തേന് ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞ എപ്പിസോഡൊന്നും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ പോലും ഞാൻ കണ്ടിട്ടില്ലടാ. ഞാൻ കണ്ടുകൊണ്ടിരിക്കും, ബൈറ്റ്സ് ഒക്കെ ഇങ്ങനെ കാണുന്ന ഈ ചെറിയ കട്ട്സ് ഷോർട്സ് ഒക്കെ കാണുന്നതല്ലാണ്ട് ഞാനൊന്നും കണ്ടിട്ടില്ല, കാണാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പം ജസ്റ്റ് ഇങ്ങനെ സമയം കിട്ടുമ്പോൾ അപ്പം ലാലേട്ടൻ ഇങ്ങനെ രേണുസുതി എല്ലായിടത്ത് ക്യാമറയിൽ ചെന്ന് പറയുന്നുണ്ട്, ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം വരുന്നത് ഞാനങ്ങ്
റെഡി ആയിട്ട് അപ്പം ഞാൻ നോക്കി നൂറെ അതിലേക്ക് എന്നെ കെട്ടിപ്പിടിച്ച് കരയുക, നൂറൊക്കെ കരയുക. അപ്പം ഞാൻ മാർക്ക് ഞാൻ പോട്ടെ, ആരും എനിക്ക് തോന്നുന്നത് ഞാൻ ആരോടും ഇപ്പം അനുമോളെ തന്നെ പിന്നെ ഓർത്ത് അവരോടൊന്നും ആരോടും പറഞ്ഞില്ല, യാത്ര പറയാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ ചാടി കയറിയൊക്കെ പോവായിരുന്നു സന്തോഷമായിട്ട്. ഈ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ PR കൊണ്ട് മാത്രം ഒരാൾക്ക് വിന്നാവാൻ പറ്റും? എൻ്റെ പൊന്നു മസ്താനി, ഈ PR ഉദ്ദേശം പോലും എനിക്ക് നേരെ അറിയത്തില്ല, കേട്ടിട്ടേ ഉള്ളൂ PR. ഞാൻ ഇല്ലെന്നല്ല, ഞാൻ ഈ ബിഗ് ബോസിൽ ഉണ്ടെന്ന് എന്താ ഇങ്ങനെ ഓരോന്ന് വരുമല്ലോ, രേണു സുധി മസ്താനി ഇങ്ങനെ ഫോട്ടോസ് വരുമ്പോൾ തൊട്ട് ഞാൻ അറിയുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ വരുമല്ലോ. അപ്പം ഈ റീല് വരുമല്ലോ ഇത്തവണത്തെ ബിഗ് ബോസ്. അപ്പം തൊട്ട് എന്നെ ഈ PR എന്ന് പറഞ്ഞാൽ കുറേ പേര് വിളിക്കുന്നുണ്ട്. ആരാ എന്താണെന്ന് എനിക്കറിയത്തില്ല, ഇവരുടെയൊക്കെ പേര് പറഞ്ഞാണ് വിളിക്കുന്നത്. ഈ പേരുകളൊക്കെ കൂട്ടത്തിൽ കാണാൻ എനിക്കറിയത്തില്ല. അപ്പോൾ ഇവർ പറയുന്നത് ഇങ്ങനെ PR ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു എനിക്കിതിനെപ്പറ്റി അറിയില്ല, എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് മാറ്റി വിടുമായിരുന്നു. എനിക്കറിയില്ല അതിനെപ്പറ്റി ഡീറ്റെയിൽ. അതുകൊണ്ട് ഇപ്പോൾ PR ചെയ്തുകൊണ്ട് വിന്നറാവുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ഏകദേശം ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ, എൻ്റെ ചെറിയ അറിവാണ്, എന്ത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. PR-ഉം സഹായിച്ചാലും വിന്നറാകാമെന്ന് മനസ്സിലാക്കിയല്ലോ ഇപ്പം. പക്ഷേ ജനങ്ങൾക്കും കൂടി ഇഷ്ടപ്പെടണ്ടേ? ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം തീർച്ചയായിട്ടും. നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്ന പോലെ ജനങ്ങളുടെ വോട്ട് തന്നെയാണ് ഈ ബിഗ് ബോസിനെ, അല്ലേ? ജനാധിപത്യം പോലെ തന്നെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പറഞ്ഞ പോലെ ആണല്ലോ നമ്മുടെ ബിഗ് ബോസ്. ജനങ്ങൾ വോട്ട് ചെയ്ത് നിർത്തുന്നവർ അവിടെ നിൽക്കും, അല്ലാത്തവരെ വിക്റ്റായി പോവും. ലാസ്റ്റ് ജനങ്ങൾ നിർത്തുന്നവർ രണ്ടുപേരിൽ ഒരാളെ വിന്നർ. അതിന് എന്ത് പറയാനാ? അതെ, അപ്പൊ അതുകൊണ്ട് സന്തോഷം. മാത്രമല്ല ആൾക്കാർ, എന്റെ കുഞ്ഞറിവാണ് ഞാൻ പറഞ്ഞത്, PR-ഉം സഹായിക്കുമായിരിക്കാം, ആളും ഗെയിം കളിക്കണമായിരിക്കാം, പിന്നെ നാട്ടുകാരുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ വോട്ടും വേണം. എല്ലാം കൊണ്ടും നമ്മൾ ആരെയും കുറയ്ക്കുന്നില്ല, കൂട്ടുന്നില്ല, സമ്മിശ്രമായിട്ട് പറയും. ഓക്കെ. ഇപ്പം അനീഷേട്ടൻ ഫസ്റ്റ് റണ്ണറപ്പായി. കുറേ പേർ ഇപ്പം നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്ന ആള് വിന്നർ ആവണം എന്നൊക്കെ ഉണ്ടല്ലോ. ഇപ്പം റീ എൻട്രിക്ക് കയറി നമ്മൾ അകത്ത് ചെല്ലുമ്പോഴാണ് കുറേ കാര്യങ്ങളൊക്കെ നമ്മളും റിയലൈസ് ചെയ്യുന്നത്, അവരും റിയലൈസ് ചെയ്യുന്നതൊക്കെ. അതിൽ ഏറ്റവും ഭയങ്കര ക്യൂട്ട് അല്ലെങ്കിൽ ഒരു പരിധി വരെ ഇത് പ്രാങ്ക് ആണോ എന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യമായിരുന്നു അനീഷേട്ടൻ അനുവിനെ പ്രപ്പോസ് ചെയ്ത്. ഞാൻ ഒരു ആദ്യം ആ സാധനം കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ച എന്തെങ്കിലും തമാശയ്ക്കോ അല്ലെങ്കിൽ ഈ പ്രമോ ഇടുമ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ട് പ്രാങ്കിൻ്റെ ഒരു പരിപാടിയാന്ന് വിചാരിച്ചു. പിന്നെയാണ് പുള്ളി സീരിയസ് ആയിരുന്നു. ഞാൻ അറിഞ്ഞു. ചേച്ചിക്ക് എന്താ തോന്നി കണ്ടപ്പോൾ? എന്നാ തോന്നി, ഞാൻ ഇന്നാന്ന് തോന്നുന്നു അതിൻ്റെ ഒരു ഇത് കാണുന്നത്. അനീഷ് പറഞ്ഞേട്ടാ, അനീഷ് അത് സീരിയസ് ആയിട്ട് എന്താന്ന് തോന്നുന്നു എടുത്തത്. അനു തമാശ കാണിച്ചു എന്നാണ് ഞാൻ കണ്ടത് വെച്ച് എനിക്ക് തോന്നുന്നത്. അനു ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ കാണിക്കുക, അതൊക്കെ നമ്മൾ കണ്ട കാര്യമാണ്, പബ്ലിക്കായിട്ട് കണ്ട കാര്യമാണ്. അപ്പം അനുമോളെ സംബന്ധിച്ച് അവള് എന്താ പറയാ, ചിലപ്പം കുസൃതി പോലെ എടുത്ത് കാണും. പക്ഷെ ആളുടെ ഒരു ലൈഫ് പോയി നിൽക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയതാണ് മസ്താനി, ആളുടെ ഒരു ലൈഫ് പോയി നിൽക്കുകയാണ്. അപ്പം ആളോർത്ത് കാണും ചിലപ്പം നല്ല കുട്ടി അല്ലേ, അതായത് കല്യാണം കഴിക്കുന്ന ഏതൊരു ആണിനും ഓരോ സങ്കല്പമുണ്ട്, നല്ല കുട്ടി വേണം അല്ലെങ്കിൽ ഇന്ന. അപ്പം പുള്ളിയുടെ മനസ്സിൽ അങ്ങനെ അനുമോൾ ഇങ്ങനെ അടുത്ത് ഇങ്ങനെയൊക്കെ വെച്ചപ്പോഴത്തേന് പുള്ളിയുടെ മനസ്സ് ചിലപ്പം ചാഞ്ചാടിക്കാൻ, മനുഷ്യനല്ലേ പുള്ളി ചാഞ്ചാടി കാണും, ചിലപ്പോൾ ചാഞ്ചാടി കാണും. എന്നാ ഞാനല്ലല്ലോ അനീഷ്, എൻ്റെ ഒരു ഊഹാഭോഗം പറയുന്നതാണ്. ഞാൻ അനീഷല്ല. ഇതിപ്പം ഇങ്ങനെ ഈ സംഭവം പറയാൻ പോലും ഞാൻ ആരുമല്ല, കാരണം ഞാൻ ആരെങ്കിലും പ്രേമിച്ചാലേ എനിക്കറിയത്തുള്ളൂ. ഈ അനീഷിന്റെ അനുവിന്റെ മനസ്സ് ഇപ്പൊ എനിക്കറിയാൻ പറ്റുമോ? നിങ്ങൾ മസ്താനി ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചു. ഞാനിതാ കണ്ടത്, ക്രഷ് അടിച്ചിട്ടുണ്ടായിരിക്കും. അത് പുള്ളി എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ റിജക്റ്റ് ചെയ്തു. ആ പുള്ളി അത് വേറൊരു വലിയ ഗുണമെന്ന് വെച്ചാൽ ഞാൻ കണ്ടത്, വേറൊരാളായിരുന്നെങ്കിൽ ചിലപ്പം റിജക്റ്റ് ചെയ്തല്ലോ, പിന്നെ അതും പിടിച്ചുകൊണ്ടിരിക്കും. അയ്യോ എന്നെ റിജക്റ്റ് ചെയ്ത്, ഇനി നീ ആയിട്ട് ഒരു ബന്ധമില്ല, അടുത്ത പെണ്ണിനെ തപ്പും. ഇങ്ങനെ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഞാൻ അങ്ങനെ ചിന്തിക്കും, അവൻ എന്നെ റിജക്റ്റ് ചെയ്തതാണ് അടുത്ത, അങ്ങനെ ആയിരുന്നു. അങ്ങനെ നമുക്ക് ചിന്തിക്കാം, അങ്ങനെ പലപ്പോഴും ചിന്തിക്കും. ഇപ്പം ഞാനാണെങ്കിൽ അങ്ങനെ നീ പോടാ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് പൊതുവേ പറഞ്ഞ. പക്ഷേ അനീഷ് പിന്നെ അതിനെ മൈൻഡ് ചെയ്യാൻ പോയില്ലല്ലോ, ആ ഒരു കാര്യം ചിന്തിക്കാനും പോയിട്ടില്ലെന്ന് തോന്നുന്നു, പറയാനും പോയിട്ടില്ല. പിന്നെ ഞാൻ നോക്കി അനീഷ് സാധാരണ പോലെ തന്നെ ഞാൻ കേട്ടോ, അനു പ്ലേറ്റ് എടുത്തേ അല്ല ആ ഒരു ഇതിലങ്ങ് പുള്ളി നോർമലായിട്ട്, അതെനിക്ക് അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെ. അനീഷിൻ്റെ പുള്ളി അതേ പിടിച്ചോണ്ടിരുന്നില്ല. ഇപ്പം അനീഷിന്റെ അനുവിന്റെ പ്രണയം അവിടെ നിൽക്കട്ടെ, രേണു സുധിക്ക് പ്രണയമുണ്ടോ? പ്രളയമാക്കാനാണോ? പ്രണയമൊക്കെ നമ്മുടെ എന്താ പറയാ പെട്ടെന്ന് തോന്നുന്നതായിരിക്കും, ചിലപ്പം കുറേ നാൾ കൂടി തോന്നുന്നതായിരിക്കും. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഓരോ പ്രണയങ്ങളുണ്ടല്ലോ. നമ്മളിപ്പോൾ അത് നമ്മൾ സമയമാകട്ടെ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു ക്ലൂ ഒക്കെ ഇടുന്നുണ്ട്. ക്ലൂ ഒക്കെ ഇടാൻ നേരത്തെ ഇടുമായിരുന്നല്ലോ. കൂടുതൽ അങ്ങനെ റിവീൽ ഒന്നും ചെയ്യുന്നില്ല. റിവീൽ ചെയ്യുന്ന സമയമാകട്ടെ, നമുക്ക് നോക്കാമല്ലോ. കാരണം എന്നെ സംബന്ധിച്ച് ഇനിയും തിരഞ്ഞെടുക്കുന്ന ലൈഫ് എന്ന് വെച്ചാൽ വളരെ അധികം കെയർഫുൾ ആയിരിക്കണം. ഇനി എവിടെയെങ്കിലും പാളിപ്പോയാൽ പിന്നെ ഞാനിങ്ങനെ ഈ രേണുസുധി അല്ലെങ്കിൽ രേണുസുധി പോട്ടെ, രേണു നിരിഞ്ഞിട്ട് ഒരു വ്യക്തി എന്ന നിലയിൽ നിന്നിട്ട് ഒരു കാര്യമില്ല.
മനസ്സിലായി. ഇനി ഞാൻ തിരഞ്ഞെടുക്കണം. അപ്പം നമുക്കിപ്പം ചിലപ്പം ഇത് മുന്നോട്ട് പോവായിരിക്കും, ചിലപ്പോൾ അത് ചിലപ്പം നമ്മൾ അടുത്ത ലൈഫിലേക്ക് പോകുമായിരിക്കും, ചിലപ്പോൾ പോകാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നെ സംബന്ധിച്ച് ഒരു എന്താ പറയുക വളരെ വ്യക്തമായിട്ട് ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ് ഇനി എൻ്റെ നെക്സ്റ്റ് ലൈഫ്. അതുകൊണ്ട് ഇപ്പോഴേ നമ്മളത് പറയുന്നില്ല. എന്നാലും കോൺസെപ്റ്റ് ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ലെന്നേ. കുഞ്ഞുങ്ങളെ നോക്കണം. ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ പ്രപ്പോസ് ചെയ്യുന്നവരുടെ അടുത്ത് ഇപ്പോൾ അതിൻ്റെ അടിയിൽ ഇവളെ ആര് പ്രപ്പോസ് ചെയ്യാനതൊക്കെ ഡേ മാന്യ പ്രേക്ഷകരെ, നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് നേരിട്ടാണ് പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ നേരിട്ട് കാണാൻ കുറച്ചെങ്കിലും നല്ലതായതുകൊണ്ട് ഈ ക്യാമറയിൽ കാണുന്ന കൊള്ളത്തില്ലെന്നൊക്കെ പറയുന്നതുകൊണ്ട് ക്യാമറയിൽ കാണുന്നവരായിരിക്കും എന്നെപ്പറ്റി കുറ്റം പറയുന്നത്. അപ്പോൾ എന്തുവാകട്ടെ, ഇവർ അതായത് നേരിട്ട് വന്ന് പറയുമ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, എൻ്റെ 2 കുഞ്ഞുങ്ങളുണ്ട്, അവരെ നിങ്ങൾ നോക്കുമോ? അവരെ നോക്കണം, പിന്നെ എന്നെ നോക്കുക, വീട്ടുകാരെ സന്തോഷിപ്പിക്കുക, അത് സന്തോഷത്തോടെ നോക്കും. ഇവർ ഇത്രയും കാര്യം ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ്. അപ്പോഴും ഞാൻ പറയുന്നില്ല, കുറച്ച് സമയം എനിക്ക് വേണം, സാവകാശം വേണം, പഠിക്കണം. കാരണം പണി പാളിപ്പോയി കഴിഞ്ഞാൽ ഇനി എനിക്ക് തിരിച്ച് എൻ്റെ ലൈഫ് പിടിക്കാൻ പറ്റാത്ത രീതി കുഴിയിലേക്ക് ഞാൻ ചെന്ന് പതിക്കും. ഇപ്പം ഇങ്ങനെ പോക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എന്താ പറയുക, പിന്നെ ഞാൻ അടുത്ത പറയുന്ന കാര്യം എന്ന് വെച്ചാൽ സുധിച്ചേട്ടൻ പറയാതിരിക്കത്തില്ല, ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അതിപ്പം പറയാം ഷോയാണ്. എനിക്ക് അതൊന്നും യാതൊരു വിഷയമില്ല, എന്ത് കമൻറ്റ് വന്നില്ല. ഞാൻ എന്നോട് പ്രപ്പോസ് ചെയ്യുന്നവരോട് പറഞ്ഞ കാര്യങ്ങളാണ്. സുധിച്ചേട്ടൻ അതെപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ കാണും. അത് നിങ്ങൾ അംഗീകരിക്കണം. അതായത് ഞാൻ പറയും, അത് ചിലവർക്ക് ഇപ്പം ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ആദ്യത്തെ വൈഫ് മരിച്ചുപോയി, അപ്പം 2ാമത്തെ വൈഫ് വന്നു, അപ്പം ഈ ഭർത്താവ് ആദ്യത്തെ വൈഫിൻ്റെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ പറയുമ്പം ഇവർക്കത് ഇഷ്ടപ്പെടില്ല, പിടികിട്ടിയ ആ ഒരു ലെവൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ പിന്നെ പ്രശ്നമാവും. അപ്പം അതിലേക്ക് കടക്കരുത്. അതെൻ്റെ പേഴ്സണൽ സ്പേസ് ആണ് സുധിച്ചേട്ടൻ. ഉള്ളിൽ കാണും. കല്യാണം കഴിക്കുമെന്നല്ലടാ പറഞ്ഞത്, ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നവരോട് ഞാൻ മുൻകൂട്ടി പറയുന്ന കാര്യമാണ്. അപ്പോൾ അണ്ടാ പുള്ളി എന്ത് പറഞ്ഞു? അപ്പോൾ ആ പുള്ളികൾ കുറേ പേരുണ്ടല്ലോ, ഐശ്വര്യ റോയ് അല്ലേ കുറേ പേര് പുറകെ നടക്കാൻ. എന്തായാലും രേണു സമയം എടുക്കുക, ചിന്തിക്കുക എന്ന് പറഞ്ഞു. അത് പറയുമ്പോഴാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ക്യാമറയിൽ കാണാൻ ഭംഗിയില്ല, നേരിട്ട് കാണാൻ ഭംഗിയുണ്ടെന്ന്. പക്ഷെ ക്യാമറയിലാണെങ്കിലും നേരിട്ടാണെങ്കിലും രേണുസുതി സുന്ദരിയാണ്. ഇപ്പൊ കുറച്ചും കൂടി ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. നോർമലി ആൾക്കാർ ഇപ്പം പല ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവര് ഒന്നും പറയൂല. ഒരുപാട് പേര് ചെയ്യാറുണ്ട്. അപ്പോൾ അവരെന്താ പറയാ, ഞാൻ 7 ലിറ്റർ വെള്ളം കുടിക്കും, 8 മണിക്കൂർ ഉറങ്ങും, അതാണ് എൻ്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് കൂടുതലും. അവിടെ രേണു ചേച്ചി വന്നിട്ട് ഭയങ്കര ഓപ്പൺ ആയിട്ട് അതാണ് വ്യത്യസ്തമാക്കുന്നത്. അതാണ് വ്യത്യസ്തം. കാരണം നമ്മുടെ മനസ്സിലൊന്നും അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ റൂമിൽ നിന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ഒരു എന്താ പറയുക ഇച്ചിരി ഗ്ലാമർ എന്ന് പറയുമല്ലോ, അതിന് പകുതി 3/4 പങ്കും റൂമയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ദുബായിലുള്ള അവിടെ ചെന്നപ്പോൾ റോസസിൽ അവരൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അവരൊക്കെ തന്നെ ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ. റൂമയിൽ എനിക്ക് ഇപ്പം ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ഗ്ലൂട്ട ചെയ്തിട്ടുണ്ട്, അതിൻ്റെ 2nd ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഞാൻ എവിടെയും വിളിച്ച് പറയും. എനിക്കതിന് യാതൊരു മടിയില്ല. എന്തിനാ മടിക്കുന്നത്? നമ്മൾ ചെയ്തുകൊണ്ടല്ലേ പറയുന്നത്, ഞാനിത് പറയും. അപ്പം ഒരു പരിധിവരെ അല്ല, അവരൊക്കെ തന്നെയാണ് ഇത്ര നല്ല അടിപൊളിയാക്കി തരുന്നത്. ശരിക്കും ആ മാറ്റം ഭയങ്കരമായിട്ട് വിസിബിളാ, നന്നായിട്ട് കാണാനുണ്ട്. ആഹാരം കൂടെ കഴിക്കണം. ആഹാര കഴിപ്പ് കുറവാണ്. ആഹാരമൊക്കെ ഒന്ന് കഴിക്കണം. പക്ഷെ ആക്ച്വലി ഇതാണ് കൂടുതൽ ആൾക്കാർക്ക് ആവശ്യം, ആഗ്രഹമുള്ള ഒരു സ്ട്രക്ചർ. അതെ, അതും എനിക്കറിയാം. അതും എനിക്കറിയാം. കേട്ടിട്ടുണ്ട്. നിന്നെ പോലെ എങ്ങനെ ആകും, ഞങ്ങളൊക്കെ ജിമ്മിൽ പോയിട്ടും ഞങ്ങൾ ഇങ്ങനെ ആകുന്നില്ലല്ലോ. എൻ്റെ രേണു കൂട്ടുകാരൊക്കെ, എൻ്റെ രേണു ഞങ്ങളൊക്കെ ജിമ്മിൽ പോയി മാട് പണിയെടുക്കുന്ന പോലെ എടുക്കും, നീ ഒന്നും ഒരു ഫുഡ് പോലും കഴിക്കുന്നില്ല, നീ പിന്നെ എങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ ചോദിച്ചു. ഞാൻ പറയും ഗോഡ്സ് ഗ്രേസ് എന്നൊക്കെ പറഞ്ഞൊക്കെ തട്ടി വിടും. ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ല, ബ്യൂട്ടീഷ്യൻ ചെയ്തിട്ടില്ല. കാരണവന്മാരായിട്ട് ഭംഗിയുണ്ട്, കോലമുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ലൈഫിൽ പല ഡിസിഷൻസ് എടുക്കും, അതിൽ പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ അതിന് മാറ്റാനൊക്കെ പറ്റും. എങ്കിൽ പോലും നമ്മൾ ഭയങ്കര ആലോചിച്ച് തീരുമാനിച്ച് ചെയ്യേണ്ട ഒരു കാര്യങ്ങളിലൊന്നാണ് ടാറ്റു. എന്ത് ഡിസൈൻ വേണം, അല്ലെങ്കിൽ ടാറ്റു അടിച്ച്. ഈ ടാറ്റു എന്ന് പറയുമ്പോൾ ഭയങ്കര പെർമനൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലേസർ ട്രീറ്റ്മെൻറ്റ് വെച്ച് മായ്ക്കാൻ പറ്റും, എന്നാൽ പോലും ആ ഒരു ഷെയ്ഡ് അവിടെ ഉണ്ടാവും. ഞാനൊക്കെ ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ടാറ്റു അടിച്ചെങ്കിലും. അപ്പം ചേച്ചിയാണെങ്കിൽ ഈ റീസെൻ്റ്ലി ഒരു ടാറ്റു അടിക്കുന്ന അതിൻ്റെ വീഡിയോസ് ഇടുന്ന അത് വീഡിയോ എന്താണെന്ന് പറയുന്ന ആൾക്കാർക്ക് എന്തോ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ഇതിപ്പോ കാണിക്കാൻ പറ്റുമോ? ഇല്ല, അതിൻ്റെ ഇടയിൽ കുറെ കമന്റ് വന്നിട്ടുണ്ട്. എന്താണ് ടാറ്റു? അപ്പം എന്താ സുധിച്ചേട്ടൻ? മസ്താനിക്ക് പോലും വായിക്കാൻ പറ്റുന്നില്ല. സുധിച്ചേട്ടൻ ആണോ?
സുധിച്ചേട്ടൻ അതിൽ ഞാൻ കുറേ കമൻസ് കണ്ടു. സുധിച്ചേട്ടൻ ആയിരിക്കുന്നു. ടാറ്റു അടിക്കാനുള്ള ഒരു പ്രചോദനം ഏത് മൊമെന്റിലാണ് ടാറ്റു അടിക്കാൻ തോന്നിയത്? അത് ഞാൻ ഈ സുധിച്ചേട്ടൻ ഉള്ളപ്പോഴേ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഉള്ളപ്പോഴേ ഞാനിങ്ങനെ പറയുമായിരുന്നു സുധിച്ചേട്ടൻ ഇങ്ങനെ. അപ്പോൾ പുള്ളിക്ക് നമ്മളിങ്ങനെയൊക്കെ പറയുന്നത് ഭയങ്കര സ്നേഹം വരുമ്പോൾ പുള്ളി കരയും. പുള്ളി അറിയാവുന്നവർക്ക്, സുധിച്ചേട്ടനെ അറിയാവുന്നവർക്കും മിക്കവർക്കും അറിയാം. സ്നേഹം കൂടി കഴിയുമ്പോൾ സുധിച്ചേട്ടൻ നന്നായിട്ട് കരയും, കണ്ണുനീരൊക്കെ ഒഴുക്കും. ഇങ്ങനെ മാവട്ടെ ഇങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ, ഞാൻ ചെയ്യും, ഞാൻ ഇങ്ങനെ സുധിച്ചേട്ടൻ. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷം സ്നേഹം ഓവറാകുമ്പോഴത്തേക്ക് കരയുമായിരുന്നു. പക്ഷെ ആ ടൈമിൽ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. ചേട്ടൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു സുധിച്ചേട്ടാ എന്നപ്പോൾ അത് പറ്റിയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ മിനിഞ്ഞാന്ന് ചെന്നപ്പോൾ അവർ ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്. അപ്പോഴാണ് എനിക്ക് ആ ഒരു ഇൻസിഡൻറ്റ് ഓർമ്മ വന്നത്. എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ അങ്ങനെ ചേട്ടൻ്റെ പേര് ചെയ്തു. അത് വെറൈറ്റി ആയിട്ട് തന്നെ അവർ നല്ല രീതിയിൽ നല്ല രസമുണ്ട് കാണാൻ. ടാറ്റു അടിച്ചിട്ട് ആദ്യം ആർക്ക് കാണിച്ചു കൊടുത്തേ? സത്യം പറഞ്ഞാൽ ആർക്കും കാണിച്ചു കൊടുത്തില്ല. എനിക്കൊന്ന് എൻ്റെ കസിൻ അനിയത്തി അവൾക്ക് വീട്ടിൽ കാണിച്ചു കൊടുത്തു, ആതിരയ്ക്ക് കാണിച്ചു കൊടുത്തു, പിന്നെ വീട്ടിൽ കാണിച്ചു കൊടുത്ത്. ഓക്കെ. ഇപ്പം ഇനിയിപ്പം ദുബായിലേക്ക് പോകാൻ പോവാണ്. ദുബായിൽ ഇനോഗ്രേഷൻ. അതായത് ഞാൻ ദുബായിൽ ചെന്ന് പാപ്പിലോണിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇതിന് പോയപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പ്രമോഷന് പോയപ്പം അവിടെയുള്ള റോസസ് ഡ്യൂ എന്ന് പറയുന്ന സ്മിത ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി നമ്മുടെ ഫ്രണ്ടും കൂടെയാണ് ചേച്ചി. അപ്പം ചേച്ചിയുടെ പാർലറിൽ പോയിട്ടുണ്ട്. അവർക്ക് ഒരുപാട് പാർലറുള്ളതാണ്, വർഷങ്ങളായിട്ട് അവരവിടെ നടത്തുന്നതാണ്. ബ്യൂട്ടി പാർലറും ക്ലിനിക്കും ഒക്കെ ഉള്ളതാണ്. അപ്പം അവിടെ ചെന്നിട്ട് ഞാൻ പ്രമോഷൻ ചെയ്തായിരുന്നു. അപ്പം ആ ഒരു ബന്ധമാണ് നമ്മൾ തമ്മിൽ. ചേച്ചി അവരുടെ പുതിയ ബ്രാഞ്ച് ദേരയിൽ ഉദ്ഘാടനമാണ്, ഇനോഗ്രേഷൻ ഗ്രാൻഡ് ഓപ്പണിങ്. അപ്പം എന്നെയാണ് ക്ഷണിച്ച്, ഈ പാവം കലാകാരിയാണ് ക്ഷണിച്ചിരിക്കുന്നത്. സോ അടുത്ത ആഴ്ച പോകും. 4-5 ദിവസം അവിടെ നിൽക്കും, കഴിഞ്ഞ് തിരിച്ചു. 4-5 ദിവസത്തേക്കൊക്കെ ദുബായിലേക്ക് വയ്യ. നമ്മൾക്ക് 4-5 ദിവസത്തേക്ക് വല്ല മൂന്നാറിലും ഊട്ടിയിലും വീഗാലാൻഡിലും ഒക്കെ പോകുമ്പോൾ അതെ. ഇതൊക്കെ നമ്മൾ എന്താ പറയുക, ഞാൻ അന്നും ഇന്നും ആ ഒരു ഇതിൽ നിൽക്കണ ഒരാളാണ്. പിന്നെ ഇതെല്ലാം എന്താ പറയുക, എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാൻ ആ ദുബായിൽ ആദ്യമായിട്ട് പോയപ്പോൾ ഇത് വലിയ പ്രശ്നമായപ്പോൾ ഓരോരുത്തർ പറഞ്ഞു, സ്ഥിരം പോകുന്നവർ പറഞ്ഞു, അവരൊക്കെ സ്ഥിരം എപ്പോഴും ഫ്ലൈറ്റിൽ പോകുന്നവർ ആണ്. അവർ ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല, ആർക്ക് വേണം പോകാം. പക്ഷെ എന്നെ സംബന്ധിച്ച് മസ്താനി അത് വളരെ വലിയ കാര്യമാണ്. നമ്മളൊക്കെ ആര് കൊണ്ടുപോകാൻ അങ്ങനെയൊക്കെ, അതായത് നമ്മളൊക്കെ പൈസ മുടക്കല്ലേ പോകണം അല്ലേ. ഇത് സെലിബ്രേറ്റ് എന്ന ഒരു പരിഗണനയിൽ നമ്മൾ പോവുക, ആർട്ടിസ്റ്റ് വിസയിൽ പോവുക, അവിടെ ചെന്ന് ഒരുപാട് പേര് നമ്മളെ കാണാൻ വരിക, അവരുടെ സ്നേഹമൊക്കെ അനുഭവിക്കുക. എല്ലാം എത്ര അമ്മമാരൊക്കെയാണ് വരുന്നത് നമ്മളെ കാണാൻ, ഗിഫ്റ്റുകൾ തരിക, കുഞ്ഞുങ്ങൾക്കുള്ള ഗിഫ്റ്റുകൾ തരിക. കാരണം സുധിച്ചേട്ടൻ്റെ മരണത്തോടു കൂടി അങ്ങനെ ഞങ്ങൾക്കൊരു ദുബായിൽ നിന്നൊരു സോപ്പ് കിട്ടാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ദുബായ് സോപ്പ് സുധിച്ചേട്ടനൊക്കെ കൊണ്ടുവരുന്നൊക്കെ ഇപ്പം നമ്മളിപ്പോൾ കസിൻസൊക്കെ ദുബായ് അവർക്കൊക്കെ നമുക്ക് എപ്പോഴും തരണമെന്നുണ്ടോ? ഇല്ല. ചെറിയ വല്ല സ്പ്രേ തന്നാ വിട്ടോ എന്ന് പറയാം, ഒക്കോ എന്ന് പറയാം. അമൃതാഞ്ചൻ പിന്നെ മറ്റേ കോടാലി തൈലം അതൊക്കെ തന്നു വിടുമായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് സുധിച്ചേട്ടൻ വന്നപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ, ആ പിള്ളേരാണെങ്കിലും ഞാനിപ്പോൾ പറയുന്ന പോലെ ഭയങ്കര സന്തോഷമായിരുന്നു നമുക്ക് ചേട്ടൻ. അതാ എന്നേക്കുമായിട്ട് നമുക്ക് എന്താ പറയുക, ഏട്ടൻ പോയതോടുകൂടി പിന്നെ നമ്മൾ ആര് കൊണ്ടുപോകാൻ ദുബായിലൊന്നും. നമ്മുടെ ഉള്ളിലുണ്ടല്ലോ ഒരു സോപ്പ് വേണമെന്നോ അല്ലെങ്കിൽ ഒരു പൗഡർ നമ്മൾ യൂസ് ചെയ്തതിൽ കാണണം. ഇങ്ങനെ ഞാൻ പൗഡർ ഒന്നും ഇടത്തില്ലെങ്കിൽ ഇങ്ങനെ കാണാം ദുബായ് പൗഡറൊക്കെ ഇരിക്കുന്നത്. അതിൻ്റെ ഒരു വാശിയായിരുന്നു. അതേതായാലും ദൈവം സഹായിച്ച് ബിഗ് ബോസ് കഴിഞ്ഞ ഉടനെ തന്നെ ഇറങ്ങിയ ഉടനെ തന്നെ സാധിച്ചു. ഹാപ്പിയായിരുന്നു ഞാൻ. കിട്ടി. അതെ. എന്തൊക്കെ കുറേ ഡയമണ്ട്സ് ഒക്കെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയില്ലേ? കുറേ ഡയമണ്ട്സ് ഒന്നും കിട്ടില്ല. ഇതൊരു ഡയമണ്ട് മാല, പിന്നെ ഒരു മോതിരം. പിന്നെ ബഹ്റൈനിൽ പോയപ്പോൾ ഒരു മോതിരം, അത് ഞാൻ ഊരി വെച്ചേക്കോ. പിന്നെ കുറേ ഗിഫ്റ്റുകൾ കിട്ടി. എന്നെ സംബന്ധിച്ച് ബഹ്റൈനിൽ പോയപ്പം ഗിഫ്റ്റുകൾ കൊണ്ടുതരാത്തവർ അവിടുത്തെ ക്യാഷ് കയ്യിൽ കൊണ്ട് തന്ന് അത് മാറ്റി ഇന്ത്യൻ മണിയാക്കി. അങ്ങനെ കുറേ എന്തായാലും പിന്നെ കുറേ പെർഫ്യൂം എന്ന് പറഞ്ഞപ്പോൾ അറിയാലോ വിവാദത്തിൻ്റെ കൊടുമുടിയായിരുന്നു ഒരിടയ്ക്ക് പെർഫ്യൂം വിവാദം. സോ പെർഫ്യൂമുകൾ എന്നും എൻ്റെ വീക്ക്നെസ്സാണ്. ഒരു പെർഫ്യൂം അല്ല ഞാൻ അടിക്കുന്നത്. ഏതാ കമ്പനി എന്നൊന്നും എന്നോട് ചോദിക്കല്ലേ, പെർഫ്യൂം ഇഷ്ടമാണ്, ഇങ്ങനെ അടിക്കും പെർഫ്യൂം. അപ്പം പെർഫ്യൂം ഭ്രാന്തി ആയതുകൊണ്ട് കുറേ പെർഫ്യൂം കിട്ടി, കുഞ്ഞുങ്ങൾക്ക് കുറേ ഗിഫ്റ്റ് കിട്ടി, ടോയ്സ് കിട്ടി, കിച്ചന് വാച്ചുകളൊക്കെ കിട്ടി, അങ്ങനെ കുറേ സന്തോഷം. ഒരു സ്ഥലത്ത് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പണ്ട് എനിക്ക് പിള്ളേർക്ക് മിഠായി വാങ്ങിക്കൊടുക്കാൻ ഒരു 500 രൂപ പോലും ഇല്ലാതിരുന്നു. ഇപ്പൊ ആ ഒരു ചേഞ്ചിന് എങ്ങനെ നോക്കുന്നത്? സത്യം പറഞ്ഞ ഞാൻ എന്നും പറയും കേട്ടോ, ഞാൻ എന്നും ഓർക്കാത്ത ദിവസമില്ല. കാരണം 500 രൂപയ്ക്ക് വേണ്ടി തെണ്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴേ ഇവരൊക്കെ ഈ കുറേ പേര് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ചെറിയ കുറേ കാശുണ്ട്.
പൈസ താടി എന്നൊക്കെ ചോദ്യം വരുന്നുണ്ട് ചെറിയ ഞാനിപ്പോൾ ഞാൻ പറയാം എനിക്ക് പെട്ടെന്ന് തരാൻ പറ്റൂല, ഞാൻ എന്നാലും കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇച്ചിരി വെച്ചാണ് ഞാൻ അത് സന്തോഷമായിരുന്നു അന്ന്. കാരണം അല്ല, അവരെ ആരും കുറ്റപ്പെടുത്തിയല്ല, സന്തോഷം, നമ്മളെ ഹെൽപ്പ് ചെയ്തവരാണ്. അപ്പം നമുക്കുള്ള പോലെ നമ്മൾ കൊടുത്തു തീർക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ എന്തായാലും 500 രൂപയ്ക്ക് തെണ്ടിയ അന്നത്തെ ഞാൻ നിന്നു ഇന്ന് കോടികളൊന്നും ഇല്ല അക്കൗണ്ട്, എങ്കിൽ പോലും ലക്ഷങ്ങളുണ്ട് എന്ന് പറയാം, പറഞ്ഞേട്ടോ, എങ്കിൽ പോലും പൈസ ഉണ്ട്. എനിക്ക് 500 രൂപയ്ക്ക് വേണ്ടി തെണ്ടേണ്ട കാര്യമില്ല. എൻ്റെ ഇപ്പം ഇവിടെ ഇരുന്നപ്പോൾ തന്നെ വീട്ടുകാരെ വിളിച്ചായിരുന്നു, ആവശ്യം, കുഞ്ഞിൻ്റെ ഒരാവശ്യം, അന്നേരം ഞാൻ കൊടുക്കും. കിച്ചു വിളിച്ചു, അമ്മ എനിക്കൊരാവശ്യം, അന്നേരം കൊടുക്കും. കാരണം ഞാൻ ജീവിക്കുന്നതന്നെ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഇപ്പം കല്യാണം കഴിക്കാൻ വന്ന ആളുടെ അടുത്ത് ആദ്യം ചോദിക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുമോ, അതിന് ഞാൻ വല്ല എഗ്രിമെന്റിൽ ഒപ്പിടിപ്പിച്ച് മേടിക്കണം, എന്നാലും എനിക്ക് അല്ലെങ്കിൽ പേടിയാണ് നാളെ ഒരു സമയത്ത് നമ്മുടെ. അതുകൊണ്ടാണ് ഞാൻ മടിച്ചു നിൽക്കുന്നത്. നമുക്ക് എല്ലാവരും പറയും, എന്നെ സ്നേഹിക്കുന്നവരൊക്കെ പറയണു ലൈഫ് വേണം, എങ്കിൽ പോലും ഞാൻ മടിച്ചു നിൽക്കുന്ന ഒരു വിഷയം ഇതാണ്, നമ്മുടെ മക്കളെ നോക്കണം. അതെ, അതിപ്പോൾ എല്ലാവരെ കൊണ്ട് സാധിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചവിട്ടി നിൽക്കുന്നത്. അപ്പം അങ്ങനെ സാധിക്കുന്ന ഒരാൾ വരട്ടെ, വന്നിട്ടുണ്ടെങ്കിൽ അയാളെ സെറ്റാവട്ടെ, കല്യാണം കഴിക്കട്ടെ. എന്തായാലും കല്യാണം പൊടിപൂരമായിരിക്കും. പൊടിപൂരം മീൻസ് സോഷ്യൽ മീഡിയ ഇളക്കി മറിയും തോന്നുന്നു, കേരളം പൊന്നെ. അറബി അറിയത്തില്ല, അതുകൊണ്ട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ പുള്ളിയെ. അല്ല, ഒരു കണക്കിന് നല്ലതാ, അതാകുമ്പോ ഈ വഴക്ക് കുറയും. പുള്ളി പറയണ ചേച്ചിക്ക് മനസ്സിലാവില്ല, ഞാൻ പറയുന്നത് പുള്ളിക്ക് മനസ്സിലാവില്ല, അപ്പം സന്തോഷം, ഫുൾ സ്നേഹമായിരിക്കും, ഫുൾ സ്നേഹം. ഓക്കെ, ഈ രേണു ചേച്ചി കാരണം ഇപ്പൊ 2 വർഷത്തോളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ധ്യാൻ ചേട്ടനും പിന്നെ രേണു ചേച്ചി ആയിരിക്കും. പക്ഷെ ഇപ്പൊ ധ്യാൻ ചേട്ടനെ പോലും കടത്തി വെട്ടിക്കൊണ്ട് ചേച്ചിയാണ് ട്രെൻഡിങ്. അത് ഞാൻ അറിയാതെ ട്രെൻഡിങ് ആകുന്നതാന്നേ, ഞാൻ എന്ത് ചെയ്താലും ട്രെൻഡിങ്ങാ. അതെന്നാന്ന് എനിക്ക് അറിയത്തില്ലെന്നേ, ഇപ്പോഴും എനിക്ക് അറിയത്തില്ലായേ. അങ്ങനെ എന്താ അതിന്റെ ഒരു സീക്രട്ട് എനിക്കറിയത്തില്ലെന്നേ. ഒരു വീഡിയോ ഇട്ടാ വൈറല്, ഒരു ഫോട്ടോ ഇട്ടാ ചുമ്മാ എൻ്റെ ഒരു പേട്ട് ഫോൺ പണ്ട് പറയുന്നത്, ഇപ്പം ഫോണിന്റെ പേട്ട് ഫോണിനകത്ത് ഒരു വീഡിയോ ഇട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ 2.3K 5 ബില്യൺ അടിച്ചു എന്നൊക്കെയാണ് കാണുന്നത്. അതെ, എനിക്കറിയില്ല അതെന്താ. അങ്ങനെ വൈറലായിട്ട് ഭയങ്കര നെഗറ്റീവ് കമന്റ്സും ആൾക്കാർ കുറേ രീതിയിൽ ക്രിട്ടിസൈസും ചെയ്തുകൊണ്ടിരിക്കുന്ന 1-2 ഫോട്ടോസ് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് ചേച്ചിക്ക് അവരോട് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞു. ഓ മിക്കി മൈ ഫ്രണ്ട് ഗൈസ്, ഈ പുള്ളിക്ക് ഇത്രയും പൊക്കവും തടിയും വെയിറ്റും ആളുടെ പേര് ഇതാരാ ഫ്രണ്ടോ? നമ്മുടെ പാപ്പിലുള്ള ബൗൺസേഴ്സ് ആണ്. ബൗൺസേഴ്സ് എന്നല്ലേ പറയുന്നത്, ബൗൺസേഴ്സ് ആണ്. ഓക്കെ, ശരി, ബൗൺസറാണ് മിക്കി. കുറെ പേരുണ്ട്, അതിനകത്ത് ഒരാളാണ് നമ്മുടെ ഫ്രണ്ടാണ്. ഞാൻ ചെന്ന് വർത്താനൊക്കെ പറയും, ചെന്ന് കൈയൊക്കെ കൊടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എല്ലാം വർത്താനം. ഞാൻ പറയുന്നത് അവനോ മനസ്സിലാകുന്നില്ല, അവൻ പറയുന്നത് എനിക്കും മനസ്സിലാകുന്നില്ല. എന്തായാലും 10 ദിവസം 15 ദിവസം നിന്നപ്പോൾ നല്ല ഫ്രണ്ട്സായി. പോരാന്നിടത്ത് ഭയങ്കര സങ്കടമായിരുന്നു എനിക്കും, അവനെ ഇട്ടിട്ട് പോരുന്നതിന്. അതേപോലെ തന്നെ ഒരു ഫോട്ടോ ആണ് ഇത്. കലക്കി. ഇതിൽ വന്ന കുറെ കമന്റ്സ് ഞാൻ കണ്ടത്, ഇത് ശരിക്കും അറബിയല്ല, മലയാളി. അന്വേഷിച്ചോക്കെ, സൗദിയിലെ അറബിയാണ്. മലയാളി സൗദി അറേബ്യ അല്ല, സൗദിയിലെ അറബിയാണ്. മലയാളി അറബിന്റെ വേഷം ഇട്ടിട്ട് വന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. ദൈവമേ, എന്തൊക്കെ. കാരണം ഇപ്പൊ ഈ പറഞ്ഞ ഈ കമന്റ് മലയാളി, അതായത് രേണുസുതി അറബികളുടെ കൂടെ ഫോട്ടോ എടുക്കുന്ന, അല്ല രേണുസുതി പോട്ടെ, ഞാൻ സത്യം പറയട്ടെ, അത് ആ അറബി വന്നിട്ടാണ് നമ്മൾ ഫോട്ടോ, ഞാൻ അങ്ങോട്ട് ചോദിച്ചതല്ല, ആള് വന്നിട്ട് ഫോട്ടോ എടുത്തത്. അതിന് കാരണമുണ്ട്. അപ്പം ഈ കുശുമ്പ് പിടിച്ച കുറച്ച് പേരില്ലേ മലയാളി, അവർക്ക് അംഗീകരിക്കാൻ പോലും പറ്റണില്ല. രേണുസുതി വേറെ മലയാളികളെ വേഷം കെട്ടിച്ച് എടുത്തതാണെന്ന് അവരുടെ മനസ്സിലിപ്പോൾ അവരിരിക്കട്ടെ എന്നേ. അത് ഒറിജിനൽ അറബിയാന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ. അതിപ്പോൾ അവരെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെ നേരെ അവർ ദുബായി പോട്ടെ, അവിടെ നേരെയുണ്ട് പുള്ളി ഇപ്പം നേരെ കാണും, ചെന്ന് അന്വേഷിക്കട്ടെ എന്നേ, അല്ലേ? ഓക്കെ, ചേച്ചി യൂട്യൂബിൽ ട്രെൻഡിങ് ആണ്, ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ കിച്ചും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു, ട്രെൻഡിങ് ആയി, കാർ എടുത്തു. എങ്ങനെ നോക്കി കാണുന്നു? സന്തോഷത്തോടെ. അവന് ഒറ്റയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ അത് ഭയങ്കര സന്തോഷമല്ലേ, കാരണം കുഞ്ഞിലേ കിട്ടിയതല്ലേ നമുക്ക് അവനെ. 11 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് അവനെ കിട്ടിയത്. അപ്പം അതിൽ നിന്നൊക്കെ പെട്ടെന്ന് ആള് ഇത്ര വലുതായപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം, മനസ്സ് നിറഞ്ഞുള്ള സന്തോഷം. കാറെടുത്തു. കാറിൽ ആദ്യമായിട്ട് എവിടെ പോയി?
ഇല്ല, എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം അവൻ വന്നു കാറിൽ കയറി ഞങ്ങൾ. കാരണം എയർപോർട്ടിൽ വന്ന് ഞാൻ ദുബായിൽ നിന്ന് വന്നപ്പോൾ അവന് വന്നായിരുന്നു. അപ്പോൾ എയർപോർട്ടിൽ വീട്ടിൽ എല്ലാവരും ഉള്ളപ്പം ആ കാറിനകത്ത് എല്ലാവരും കയറാൻ പറ്റില്ല. അപ്പോൾ വേറെ കാറിലാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജസ്റ്റ് ഒന്ന് കയറാനേ പറ്റുള്ളൂ. പിന്നെ അങ്ങോട്ട് പോയില്ല. ഞങ്ങൾ അല്ലാതൊക്കെ ടൂറിനൊക്കെ പോയത് വേറെ വണ്ടിയിലാണ്. ഓക്കെ. ചേച്ചി ഇപ്പോഴും സ്റ്റിൽ ബസ്, ട്രെയിൻ അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്വന്തമായിട്ട് കാറൊക്കെ വാങ്ങിക്കാനുള്ള പ്ലാൻ? സന്തോഷമല്ലേ. അപ്പം കിച്ചു അപ്പം മോൻ മേടിച്ചല്ലോ, ആദ്യമേ നമുക്ക് മോൻ കാറ് മേടിച്ചു. അപ്പം പിന്നെ ഇനിയിപ്പോൾ പെട്ടെന്ന് ഉടനെ തന്നെ വീട്ടിൽ ഒരെണ്ണം മേടിക്കും. കാരണം മോൻ കൊല്ലത്തായതുകൊണ്ട് അവൻ അങ്ങോട്ട് കൊണ്ടുപോയല്ലോ കാറ്. അപ്പം വീട്ടിൽ നമുക്ക് ഋതപ്പന് ഒരു കാറ് മേടിക്കണ്ടേ. ഋതപ്പൻ എന്ന് പറഞ്ഞാൽ 2 പേർക്ക് മക്കൾക്ക്, നമ്മളെല്ലാവർക്കും വീട്ടിൽ, അതായത് കൊല്ലത്തോട്ട് കൊണ്ടുപോയില്ല ആ കാറ്. മോൻ വരുമ്പോഴല്ലേ നമുക്കതിൽ കയറാൻ പറ്റുള്ളൂ. അപ്പം ഇവിടുത്തെ വേണ്ടിയിട്ട് ഉടനെ ഒരു വണ്ടി എടുക്കും. ഏതാ ഇഷ്ടപ്പെട്ട കാറ്? ഏതെങ്കിലും നല്ല ഒരെണ്ണം എടുക്കും, ഉടനെ എടുക്കും. ഓക്കെ, ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ചേച്ചി, ചേച്ചി ഇവിടെ அம்மா அம்மா ஒன்ன விட்டா எனக்காரு. ഇത് ഇപ്പൊ വന്നതാണോ? ദുബായി പോയിട്ട് വന്നത്? ദുബായി പോയിട്ട് വന്നു. ഇത് നമ്മളിങ്ങനെ കുറേ ദിവസം വരെ കാണാണ്ടിരുന്ന് പെട്ടെന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര എനിക്ക് എന്നെ സംബന്ധിച്ച് ഈ 2 പിള്ളേരെ കാണുമ്പോൾ സുധിച്ചേട്ടൻ്റെ പ്രതീകമാണ് രണ്ടുപേരുടെ മുഖത്ത് സുധിച്ചേട്ടനുണ്ട്. എവിടെയൊക്കെ ഒരു കിച്ചു പക്ക സുധിച്ചേട്ടനായി മാറി. ഇങ്ങനെ നോക്കിയാൽ പെട്ടെന്ന് പേടിച്ചു പോയി, സുധിച്ചേട്ടനോ. അവൻ വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് മുഖത്തോട്ട് പോലും നോക്കാൻ ഭയങ്കര എന്തോ ഒരു വിഷമമാണ്. കാരണം വേറെ ഒന്നുമില്ല, സുധിച്ചേട്ടൻ തന്നെ. അതുപോലെ തന്നെ വിഷമം തന്നെ സുധിച്ചേട്ടൻ സുധിച്ചേട്ടനുണ്ടായിരുന്ന കറക്റ്റ് ഷേപ്പല്ലേ. അപ്പം കുഞ്ഞിനെ അതുപോലെ തന്നെ സുധിച്ചേട്ടൻ്റെ ഓരോ ചേഷ്ടകളൊക്കെയാണ് അവനും കാണിക്കുന്നത്. സംസാരത്തിലും ചിരിയിലും ഇങ്ങനെ ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അതൊക്കെ ഋതപ്പനും കാണിക്കാൻ ഭയങ്കര ഒരു 2 മക്കളും. ഓക്കെ. ഇപ്പൊ റീ എൻട്രി എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിച്ചില്ലേ? അടിപൊളിയായിരുന്നു. എനിക്ക് വന്നാൽ ഞാൻ, ആര്യൻ, പിന്നെ ആരാ, ഒനീലല്ലേ, ഒനീല്, പിന്നെ ബിന്നി, ലക്ഷ്മി, 5 പേരാന്ന് തോന്നുന്നു. സാബുമാൻ 6 പേരാ. പിന്നെ ജിസേൽ എനിക്ക് പിന്നെയാന്ന് തോന്നുന്നു വന്നത്. ഇത്രയും പേരാന്ന് തോന്നുന്നു റീ എൻട്രി ഒരുമിച്ച് കയറിയെന്ന് തോന്നുന്നു അല്ലേ? അതെ. ഡാൻസ് കളിച്ച് അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ മനസ്സിൽ എന്താ പറയുക, ചിലവരൊക്കെ എന്താ പറയുക, നമ്മൾ റീ എൻട്രി ചെല്ലുമ്പോൾ ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ പ്ലാനിങ് കാണുമായിരിക്കും, നമുക്കറിയില്ല. ഇന്നവരടുത്ത് ഇന്നത് ചോദിക്കണം, ഇന്നവരന്ന് അവിടെ പറഞ്ഞു, അങ്ങനെയൊക്കെ ആയിരിക്കും അറിയാം. എനിക്ക് എൻ്റെ മനസ്സ് ബ്ലാങ്ക് ആയിരുന്നു. മാസമാണ് റീ എൻട്രി പോയിട്ട്. അങ്ങനെയൊന്നും എനിക്ക് സത്യം പറയട്ടെ മസ്താനി, റീ എൻട്രിയെ പറ്റി എന്നെ വിളിച്ചപ്പോൾ ഞാൻ ബഹ്റൈനില്ല. അപ്പം എൻ്റെ അടുത്ത് നമ്മളെ വിളിക്കുന്ന മാം പറഞ്ഞു, രേണുസുതി വിളിച്ചിട്ട് കിട്ടുന്നില്ല, നിങ്ങൾ എവിടെയാണ് രേണുസുതി? ഞാൻ പറഞ്ഞാണെങ്കിൽ എൻ്റെ പൊന്നു രേണുസുതി റീ എൻട്രിക്ക് സമയമായി വരുന്നില്ലെന്ന്. അവർ പറഞ്ഞു എപ്പം, അങ്ങനെയൊക്കെ സംസാരിച്ചു നമ്മളെ വിളിക്കുന്നവർ. അപ്പം എന്നെ സംബന്ധിച്ച് ഇത് എന്നോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചെന്നത്, എത്ര ദിവസം നിൽക്കണം അവിടെ? രേണു 2-3 ദിവസം മതി, വാ, സത്യമായിട്ടും വരണമല്ലേ, നിർബന്ധമാണല്ലോ അല്ലേ? അങ്ങനെയാണ് എന്നോട് ഞാൻ ചോദിച്ചത്. കാരണം അവിടുന്ന് ഇറങ്ങിപ്പോകുന്നതല്ലേ, ഇനി അങ്ങോട്ട് കയറണോ അങ്ങനെയൊക്കെ ഉള്ളു. ഞാനോർത്ത് ഇനി 10 ദിവസം നിൽക്കണോ, അറിയില്ല നമുക്ക്, പിന്നെ ഇതിനെപ്പറ്റി അറിയില്ലോ. അപ്പം എന്തായാലും ഞാൻ ബ്ലാങ്കായിട്ടാണ് വന്നത്, മനസ്സിലൊന്നുമില്ല. അന്ന് പാട്ട് പാടി എനിക്ക് വന്ന് ശാരിക അന്ന് ഓടി വന്നു, എല്ലാവരും ഓടി വന്നെടുത്ത് മസ്താനി മാറുന്നെങ്കിൽ എനിക്ക് മനസ്സിലായില്ല എന്താണ് നമ്മൾ അവിടെ വിട്ടു. ഇപ്പം നമ്മൾ വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പറഞ്ഞാലും ഞാൻ പിന്നെ അതിൻ്റെ, കാരണം എന്നെ സംബന്ധിച്ച മസ്താനി എനിക്ക് 100 കൂട്ടം പ്രശ്നങ്ങൾ എൻ്റെ തലയിൽ. എന്നെപ്പറ്റി എനിക്ക് തോന്നുന്നത് ഞാൻ ഇറങ്ങി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്നതിന് ഒരാഴ്ച മുന്നേ തകൃതിയായിട്ട് ഇവിടെ നടക്കുക പ്രശ്നങ്ങൾ. രേണുസുതി അവിടെ പോയി ഹോസ്പിറ്റലിൻ്റെ പേര്, അവിടെ പോയി അത് ചെയ്തു ഇത് എന്നൊക്കെ നടക്കുക. പിന്നെ ഇവിടെ വന്നപ്പോൾ വരുന്നതിന് മുന്നേ കേൾക്കുന്ന ആ സംഭവമാണ്. ഇതിനപ്പുറം ഇനി കേൾക്കാനില്ല. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ആയിട്ട് ഞാൻ ടെൻഷൻ അതിന് അത് കേട്ടിട്ട് അപ്പം ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അല്ലേ വേറെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് അത് അവിടെ കഴിഞ്ഞുകൂടാ. അതിനെപ്പറ്റി ഞാൻ പിന്നെ തിങ്ക് ചെയ്യാനോ ടെൻഷൻ അടിക്കാനോ ഒന്നും പോകില്ല. പക്ഷെ ഞാൻ നോക്കിയാൽ മസ്താനി മാറി നിൽക്കുന്നു. ഞാൻ ഓടിയൊക്കെ വന്ന് കെട്ടിപ്പിടിച്ചു, നീ എന്നെ എടുത്തോണ്ട് പോയി. എനിക്കൊന്നും അത് കാണിച്ചെന്ന് തോന്നുന്നല്ലേ, ഓടി വന്ന് എനിക്ക് ഇവിടെ ഞാൻ എടുത്തിട്ട് അങ്ങ് എടുത്തോണ്ട് പോയെന്ന് തോന്നുന്നു. അതെ അതെ. അപ്പൊ ഹാപ്പി ആയിട്ടാണ് ഞാൻ റീ എൻട്രി ചെയ്തത്. ഫിനാലയിൽ ലാലേട്ടൻ വരെ ചോദിച്ചു രേണുവിനെ കാണാൻ കിട്ടുന്നില്ലല്ലോ. അതിന്റെ ഇടയ്ക്കൊരു ഇതും കൂടെ വന്നല്ലോ, നമ്മുടെ സ്പൈക്കൂട്ടം വന്നിട്ട്. അത് മനസ്സിലായില്ലായിരുന്നു. അത് പിന്നീട് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ ആരാണ്ടൊക്കെ എന്നോട് പറഞ്ഞു രേണുസുതിക്കിട്ടാണല്ലോ അവിടെ സ്പൈക്കൂട്ടം. ഞാൻ പിന്നെ എന്തോന്ന്
എനിക്ക് ഇനോഗ്രേഷൻ ഖത്തർ ദുബായ് ഒക്കെ ഞാൻ പോകും അത് പറഞ്ഞ ഒറ്റ പോക്കും സ്പൈക്കൂട്ടം വന്നിട്ട് അത് തന്നെ അത് ഭയങ്കര ഇതായിപ്പോയി. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.